മരിച്ചു കിടക്കാൻ 6 അടി മണ്ണിന്റെ അവകാശമുണ്ടല്ലോ. ആ അവകാശം പോലും കവർന്നെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ബംഗാളിൽ സിംഗൂരിൽ നന്ദിഗ്രാമിൽ 75% മുസ്ലിങ്ങൾ പാർക്കുന്ന 2 ഗ്രാമങ്ങൾ. 6% മാത്രമാണ് അവിടുത്തെ ഭൂമിയുടെ അവകാശം മുസ്ലിങ്ങൾക്ക്. നിങ്ങൾ ചിന്തിക്കണം, കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിക്കുന്ന ബംഗാളിൽ 75% മുസ്ലിങ്ങൾ പാർക്കുന്ന 2 ഗ്രാമങ്ങളിൽ 6% മാത്രമാണ് ഭൂമിയുടെ അവകാശം മുസ്ലിങ്ങൾക്ക്. ആ മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട 6% ഭൂമിയിൽ നിന്നാണ് സലീം ഗ്രൂപ്പ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര കുത്തകക്ക് മൾട്ടിനാഷണൽ കമ്പനിക്കാരന് അവിടെ കമ്പനി ഉണ്ടാക്കാൻ, ടാറ്റക്ക് നാനോ കാറിന്റെ ഫാക്ടറി ഉണ്ടാക്കാൻ ഈ മുസ്ലിമിന്റെ ഭൂമിയാണ് പതിച്ചു കൊടുക്കാൻ ശ്രമിച്ചത്. അതിനെതിരായിട്ടുള്ള യുദ്ധമാണ് നന്ദിഗ്രാം കലാപം എന്ന പേരിൽ നമ്മുടെ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഇതാണ് ബംഗാളിൽ കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്തത്. ഇതാണ് ബംഗാളിൽ കമ്മ്യൂണിസ്റ്റുകാരൻ നടപ്പിലാക്കിയത്. ആ നടപ്പിലാക്കുന്നതിന്റെ ആവർത്തനമാണ് ഈ കേരളക്കരയിൽ കമ്മ്യൂണിസ്റ്റുകാരൻ ലക്ഷ്യം വെക്കുന്നത്. അവൻ എന്താ ചെയ്തത്? വികാരത്തിന്റെ ഒരു വിക്ഷുബ്ധ തലം സൃഷ്ടിച്ചു. മുസ്ലിം മനസ്സിന്റെ സംരക്ഷണ പട്ടം ഞങ്ങൾ അണിയുന്നുവെന്ന് പ്രഖ്യാപിച്ചു. അവൻ വോട്ട് തേടി അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നിട്ട് എവിടെ മുസ്ലിമിന്റെ രക്ഷ, എവിടെ മുസൽമാന്റെ രക്ഷ? അവൻ ആലോചിച്ചു, എങ്ങനെ ഈ മുസ്ലിമിന്റെ മതബോധം ഇല്ലാതാക്കാം. കിടക്കട്ടെ, 8 മണിക്ക് മദ്രസ, 8 മണിക്ക് സ്കൂൾ തുടങ്ങാം, എങ്കിൽ മദ്രസ അവർ അവസാനിപ്പിക്കും. അത് ഫലിക്കുന്നില്ലെന്ന് കണ്ടപ്പോ മുസ്ലിങ്ങൾ മാത്രമല്ല പൊതുസമൂഹവും 8 മണിക്ക് സ്കൂളിൽ എത്തിച്ചേരുക പ്രയാസമാണ് എന്ന് പ്രതികരിക്കുന്നത് കണ്ടപ്പോ അത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ട് അവൻ കണ്ടെത്തി, എന്നാ പിന്നെ മദ്രസ ഇല്ലാണ്ടാക്കാൻ കഴിയില്ല. മദ്രസയിൽ പഠിച്ചു വരുന്ന കുഞ്ഞിനോട് മതം വേണ്ടെന്ന് പറഞ്ഞു നോക്കാം. ജീവിതത്തിലും വേണ്ട മതം, മരിച്ചതിന് ശേഷവും വേണ്ട മതം എന്നാണ് ഇവർ പറയാൻ ശ്രമിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചു പറഞ്ഞുകൂടെ? ആ പാഠത്തിന്റെ ആന്തരാർത്ഥം അതാണ്. ജീവിതത്തിൽ മതം വേണ്ട. ലക്ഷ്മിബായിയും മറ്റെന്താണ് അയാളുടെ പേര്? അൻവർ ഹുസൈനും ലക്ഷ്മിബായിയും മോനെ ചേർക്കാൻ വന്നു. പേര് ചോദിച്ചു. പേര് ജീവൻ, മതം വേണ്ട, ജാതി വേണ്ട, ഭാവിയിൽ വേണമെങ്കിലും തീരുമാനിച്ചോട്ടെ. ആ പാഠം അവിടെ കഴിഞ്ഞു. ഉടനെ നെഹ്റുവിന്റെ വസിയത്ത്, എന്നെ മതാചാര പ്രകാരം സംസ്കരിക്കരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതിന്റെ ഒരു ബുദ്ധിപൂർവമായ അവതരണം. ജീവിതത്തില് കുട്ടിയായ സമയത്ത് മതം വേണ്ട, വളർന്നാൽ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള വിവേചനാധികാരം കുഞ്ഞിന് വിട്ടുകൊടുക്കുന്നു. എന്നിട്ട് തൊട്ടുടനെ ഇന്ത്യയുടെ ശില്പിയായ ജവഹർലാൽ നെഹ്റുവിന്റെ വസിയത്ത് കുഞ്ഞിക്ക് പരിചയപ്പെടുത്തുന്നു. നെഹ്റു പറയുന്നു, എനിക്ക് മരിച്ചാലും മതം വേണ്ട. എന്തേ കാര്യം? കുഞ്ഞ് മതം വേണ്ടെന്ന് പറയുന്ന വേളയിൽ അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നൊരു ചിത്തമുണ്ട്. ഉപ്പാപ്പ മരിച്ചപ്പോ ഖബർസ്ഥാനിലേക്കാണ് കൊണ്ടുപോയത്, പള്ളിക്കാട്ടിലേക്ക്. മതവുമായിട്ട് മയ്യത്തിന് ബന്ധമുണ്ട്. വല്യച്ഛൻ മരിച്ചപ്പോ ചുടുകാടിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ചുവന്ന തുണിയൊക്കെ പൊതിച്ചിട്ട്, ചുവന്ന പട്ടൊക്കെ പൊതിച്ചിട്ട്, വെള്ളം ഒഴിച്ച് കുളിപ്പിച്ചിട്ട്, കരിയൊക്കെ വാരിയിട്ടിട്ട് തെക്കോട്ടെടുത്തിട്ടാണ് ശവം കൊണ്ടുപോയത് വല്യച്ഛന്റെ. അവിടെയും ഒരു മതബന്ധമുണ്ട് ഈ ശവത്തിന്. ക്രിസ്ത്യൻ മരിച്ചപ്പോ ആ മരിച്ച ക്രിസ്ത്യാനിയുടെ മൃതശരീരം സെമിത്തേരിയിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ കുരിശടി നാട്ടിയിട്ടാണ് സംസ്കരിച്ചത്. ആ കുരിശടിക്ക് മുന്നിൽ പോയി കുഞ്ഞ് അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചിട്ടുണ്ട്, മമ്മിയോടൊപ്പം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടെയും ശവശരീരത്തിന് മതബന്ധമുണ്ട്. അപ്പോ ജീവിതത്തിൽ മതം വേണ്ടെന്ന് പറഞ്ഞാലും മരിച്ചാൽ പള്ളി വേണ്ടേ, ചർച്ച വേണ്ടേ, അമ്പലം വേണ്ടേ എന്ന് ചിന്തിക്കുന്ന കുഞ്ഞിനോടാണ് പിന്നെ പഠിപ്പിക്കുന്നത്. ഇന്ത്യ കണ്ട മഹാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ജവഹർലാൽ നെഹ്റു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മരിച്ചാൽ എന്നെ മതാചാര പ്രകാരം സംസ്കരിക്കേണ്ടതില്ല. കുഞ്ഞിന്റെ ചോദ്യത്തിന് ഉത്തരമായി മരിച്ചാലും വേണ്ട മതം. ഇതാണ് പാഠഭാഗത്തിലൂടെ സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ചത്. ആ ശ്രമത്തിലൂടെ നിങ്ങളുടെ മതത്തെ, നിങ്ങളുടെ ചൈതന്യത്തെ, നിങ്ങളുടെ വിശ്വാസ തീഷ്ണതയെ ഇല്ലായ്മ ചെയ്യാവുന്ന ശ്രമമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. AP അബൂബക്കർ മുസ്ലിയാരെ കൂടെ നിർത്തുകയും എന്നിട്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ വാദമുയർത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരേ സമയത്ത് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. AP അബൂബക്കർ മുസ്ലിയാരെ കൂടെ നിർത്തുക, എന്നിട്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ വക്താവുക. അതിനർത്ഥം AP അബൂബക്കർ മുസ്ലിയാർ സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരെന്നല്ല. AP അബൂബക്കർ മുസ്ലിയാർ ഇസ്ലാമിന്റെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ പ്രതിദാനം ചെയ്യുന്നുണ്ട്. അത് സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷെ ആ സ്വാതന്ത്ര്യം കമ്മ്യൂണിസ്റ്റുകാരൻ അംഗീകരിക്കുന്ന സ്വാതന്ത്ര്യമല്ല. കമ്മ്യൂണിസ്റ്റുകാരൻ അംഗീകരിക്കുന്ന സ്വാതന്ത്ര്യം ഞാൻ നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യമാണ്. പെണ്ണിനെ പെണ്ണായി കാണാത്ത സ്വാതന്ത്ര്യം, വ്യഭിചാരം പാപമല്ലാത്ത സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള ഇണയെ ഇഷ്ടമുള്ള സമയം വെച്ചു നടക്കാനുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യമാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ സ്വാതന്ത്ര്യം. അടച്ചു വെക്കുന്ന സ്വാതന്ത്ര്യമല്ല, തുറന്നു വെക്കപ്പെടുന്ന സ്വാതന്ത്ര്യമാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തെ AP അബൂബക്കർ മുസ്ലിയാർക്ക് അംഗീകരിക്കാൻ കഴിയില്ല, നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മളെക്കാളൊക്കെ അതിതീവ്രമായി
ആ വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനോട് വിയോജിക്കുന്ന ഒരാളാണ്, വിയോജിക്കേണ്ട ഒരാളാണ് ആശയപരമായി എ പി അബൂബക്കർ മുസ്ലിയാർ. ആ എ പി അബൂബക്കർ മുസ്ലിയാരെ കൂടെ നിർത്തിയിട്ട് സ്ത്രീകൾക്ക് ആരാധനാലയ സ്വാതന്ത്ര്യം വേണമെന്ന് വാദിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ അപാരമായ തൊലിക്കെട്ടി വേണ്ടേ? അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ മതധർമ്മങ്ങളെ, ധർമ്മബോധത്തെ എല്ലാം ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടത്തി. മറ്റൊരു ഭാഗത്തോ നിങ്ങൾ ഉയരുന്നത് ഏതോ മേഖലയിലാണ്, നിങ്ങൾ ഉയരുന്നത് വിദ്യാഭ്യാസ മേഖലയിലാണ്. കേരളീയ മുസ്ലിങ്ങളുടെ ഉയർച്ചയുടെ നിദാനം, കേരളീയ മുസ്ലിങ്ങളുടെ വളർച്ചയുടെ നിദാനം, കേരളീയ മുസ്ലിങ്ങൾക്ക് ആവശ്യമുള്ളിടത്തിൽ പി സ്കൂൾ, യു പി സ്കൂൾ, ഹൈസ്കൂൾ, കോളേജുകൾ, പിന്നീട് പോസ്റ്റ് ഗ്രാജുവേഷൻ സ്ഥാപനങ്ങൾ ആവശ്യാനുസരണം നടപ്പിലാക്കി കൊടുക്കാൻ വ്യവസ്ഥാപിതമായ ആസൂത്രണത്തിലൂടെ അധികാരത്തിൽ പങ്കുലഭിച്ച കാലങ്ങളിലെല്ലാം വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടപ്പിലാക്കിയ കർമ്മ പദ്ധതികളാണ് കേരളീയ മുസ്ലിങ്ങളെ ഈ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ മുസ്ലിങ്ങളെ വിദ്യാഭ്യാസപരമായി തകർക്കണം. ആ വിദ്യാഭ്യാസപരമായി തകർക്കണമെങ്കിൽ എന്ത് വേണം?